എനിക്ക് നീ മാപ്പ് തരണം. ഞാനാണ് നിന്നെ പുനർജീവിപ്പിച്ചത്, നാഗമാണിക്യം കൊണ്ടുവരാൻ വേണ്ടി, അതും എനിക്കായി. എന്റെ പൊന്നമ്മയമ്മേ, നിങ്ങളുടെ ഈ പാവം പിള്ളേരെ കൊണ്ട് അവരെ തൊട്ടുപോകരുത്. 100 ആയുസാണല്ലോ അളിയാ നിനക്ക്. നിന്നെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്നത്. ഞാൻ അങ്ങോട്ട് വരാം, അവിടെ തന്നെ നിൽക്ക്. കണ്ടില്ലേ, നീ പറഞ്ഞത് കൊണ്ടാ ഞാൻ. നിന്നോടാ പറഞ്ഞത്. കണ്ടില്ലേ, എന്തൊരു സ്നേഹമുള്ള കുടുംബം, പരസ്പരം മരിക്കാൻ വരെ തയ്യാറാണ്. അതെങ്ങനെ തരാതിരിക്കാൻ കഴിയും നിനക്ക്? ഒരു സംശയവും വേണ്ട, നീ തന്നിരിക്കും. സത്യം പറയാലോ, ഇന്ന് നീ എന്നെ സഹായിച്ച നീ പറയുന്നത്. നീ എന്താ കരുതിയതാ? ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണെന്നാണോ? കത്തിക്കരിഞ്ഞ് ചാമ്പലാകും. അതുകൊണ്ട് നീ തന്നെ വേഗം തീരുമാനിക്കേ. ശിഖ, ശിഖ, ഇന്ന് വീണ്ടും നമ്മൾ ഒരുമിച്ച് ആ കീരിയ വക വരുത്തുന്ന ശിഖ. പക്ഷെ അവനെ കൊല്ലണമെങ്കിൽ എനിക്ക് നാഗകന്യകയുടെ പുറന്തോലിന്റെ സഹായം വേണം. നീ ഇന്ന് എന്നെ ആ കീരിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് നീ വിളിച്ച ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയെന്ന് കരുതണ്ട. ആ കീരി നിന്നെ കൊല്ലണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് സംഭവിക്കുന്നത് ഋത്തിക്കിനെ സ്വന്തമാക്കാനായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെങ്കിലും. ഋത്തിക്ക് ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. നീ എന്റെ കൂടെ വരില്ലേ? ഇല്ല, ഇല്ലേ? നീ ഋത്തിക്കിനെ പോലും രക്ഷിക്കില്ലേ? ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടിയോ? നിനക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാനതിനൊരുക്കമാണ്. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരേണ്ടി വരും. ഋത്തിക്ക് സ്നേഹബന്ധം എന്താണെന്ന് മനസ്സിലാക്കൂ ശിഖ. നീ ഒന്ന് വരൂ എന്റെ കൂടെ, അല്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോയത്. ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതെ നീ മരിക്കാൻ പോവാ. അപ്പൊ അതിനു മുമ്പ് ആർക്കെങ്കിലും ഒരു സഹായമെങ്കിലും ചെയ്തൂടെ? ആ നാഗമാണിക്ക് എത്തിയല്ലേ. നിങ്ങളുടെ പ്രണയം ഇവിടം നിന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. കാരണം നീ ഇപ്പോ നാഗകന്യക അല്ലല്ലോ. എനിക്കിപ്പോ നിന്നെ എന്ത് വേണമെങ്കിലും എന്താ കരുതിയത്? നിന്റെ സഹോദരി ശിഖ ഇവിടെ വന്നാൽ എന്നെ കൊല്ലുമെന്നോ? അവൾക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അവൾ ഇവിടെ വരുമ്പോഴേക്കും മരണത്തിന് നിനക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? ആയിരുന്നപ്പോൾ എത്ര തവണ നിന്റെ ജീവൻ രക്ഷിച്ചതാ. ഇന്ന് അവളുടെ ജീവൻ രക്ഷിക്കേ. Come on, be a man. കൊള്ളാം. 3 പേരെയും ഒരുമിച്ച് വകവരുത്താൻ പോവുകയാണ് ഞാൻ. ആരാരെയാണ് വകവരുത്താൻ പോകുന്നതെന്ന് നീ കണ്ടോ? നീ എന്റെ ഋത്തിക്കിനെ കൊല്ലുവല്ലേ? അതിനുശേഷം ഞാൻ ഇവരെ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടും പോയേക്കരുതേ. ഇവളുടെ കാര്യം കഴിഞ്ഞ ഉടനെ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ കൊല്ലാം. അതുവരെ നിങ്ങളും കണ്ട് രസിക്കേ. വ്യക്തിക്ക് മാത്രമേ അവനെ വധിക്കുവാൻ സാധിക്കൂ. ആ വ്യക്തി മറ്റാരുമല്ല, നീയാണ് ശിവന്യെ.
ആരുടെ കളി എപ്പോ അവസാനിക്കണം എപ്പോ തുടങ്ങണമെന്ന് ഈ ക്ഷേത്രത്തിൽ മാണിക്കം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും. ശിവനി അവര് വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാ